كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونصلي ونسلم على رسوله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ ഒന്നാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അതുമായി തന്നെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. أفتأتون السحر وأنتم تبصرون. ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ ആയത്തിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. ഇഖ്തറബ അവിടെ ഖാഫ് ഹുറൂഫുൽ ഖൽഖലയാണ്. ഇഖ്തറബ ഖാഫ് ഉച്ചരിക്കണം, ലാഹിറാക്കി ഒളിവാക്കി നല്ലോണം ഉച്ചരിക്കണം. ലിന്നാസി ഹിസാബുഹും വഹും ഫി ഗഫ്ലത്തിൻ മുഅരിദൂൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചിരുന്നു. ഗഫ്ലത്തിൻ മുഅരിദൂൻ അവിടെ തൻവീൻ ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന, ഗുന്നത്തോടുകൂടി ഇഥവാ മണിച്ചിട്ട് ഇദ്ഗാം ചെയ്യണം. മുഅരിദൂൻ. അതേപോലെ മാ യഅതീഹിം മിൻ ദിക്രിൻ അവിടെ രണ്ട് മീം ഒരുമിച്ച് വന്നു. ഇദ്ഗാം ബിഗുന്ന. രണ്ടാമത്തേത് നൂനുസാക്കിനത്താണ്. മീ ദിക്രിൻ അവിടെ മീ എന്നുള്ള അവിടെ പിന്നെ
ഇദ്ഗാം അവിടെ നൂന് സാക്കിനത്തിന് ഇൽഹാർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദിക്കിരിമിൻ അവിടെ ദിക്കിരിൻ എന്നുള്ള നൂന് സാക്കിനത്തിന് തൻവീൻ്റെ നൂനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്യാറെന്താ? കൂട്ടിച്ചേർത്തിട്ട് മണിച്ചിട്ട് ഉച്ചരിക്കണം. പിന്നെ മിർ റബ്ബിഹിം അവിടെ റാഇൻ്റെ നിയമമാണ്. സാക്കിനത്തായ റാഇൻ്റെ മുമ്പിൽ സാക്കിനത്തായ നൂന് വന്നു. നൂന് സാക്കിന് വന്നാൽ ഇദ്ഗാം ഗുന്നത്തോടുകൂടി ഇല്ലാതെയാണ് മിർ റബ്ബിഹിം. മിർ റബ്ബിഹിം എന്നല്ല, മിർ റബ്ബിഹിം എന്നാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ മിർ റബ്ബിഹിം രണ്ട് മീം ഒരുമിച്ച് വന്നു. അപ്പം ഒന്നിനെ മറ്റൊന്നിനെ ഇദ്ഗാം ചെയ്തതാണ് മുഹ്ദസിൻ. മിർ റബ്ബിഹിം മുഹ്ദസിൻ. മുഹ്ദസിൻ എന്ന് ഇൽഹാർ ചെയ്യണം ഹംസ വന്നുകൊണ്ട്. അതുപോലെ തന്നെ ഇല്ലസ്തമഹു വഹും യൽഅബൂൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി അടുത്ത ആയത്താണ് നമുക്കൊന്ന് വിശദീകരിക്കണം. ഒന്ന് ലാഹിയതൻ ഖുലൂബുഹും. ലാഹിയതൻ എന്നുള്ള അവിടെ എന്താണ്? അവിടെ പിന്നെ ഇൽഹാർ ചെയ്യാൻ പാടില്ല. അവിടെ പിന്നെ ഇഖ്ഫാ ചെയ്യണം. അതായത് തൻവീന് ശേഷം എന്താണ് വന്നിട്ടുള്ളത്? തൻ എന്നുള്ള തൻവീന് ശേഷം ഖാഫാണ്. ഖാഫ് ഇൽഹാറിൻ്റെ അക്ഷരമല്ല. ലാഹിയതൻ ഖുലൂബുഹും എന്ന് ഓതാൻ പാടില്ല. ലാഹിയതൻ ഖുലൂബുഹും അവിടെ നിർത്തലാണ് നല്ലത്. അൽ വഖഫ് ഔലാ. ലാഹിയതൻ ഖുലൂബുഹും എന്നവിടെ നിർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഖിലി എന്നുള്ള അക്ഷരം അവിടെ കാണാം അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? അൽ വഖഫ് ഔലാ. അൽ വഖഫ് ഔലാ എന്ന് പറഞ്ഞാൽ നിർത്തലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ലാഹിയതൻ ഖുലൂബുഹും. പിന്നെ വ അസറു നജ്വ. വ അസറു എന്നധികം നീട്ടേണ്ടല്ല. വ അസറു നജ്വ. നജ് ജീമിന് സുക്കൂനാണ്. ജീം എന്തക്ഷരാണ്? ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരാണ്, അഥവാ ഖുതുബുജ്ജദ്. അവിടെ ഇൽഹാർ നല്ലവണ്ണം വെളിവാക്കണം. വ അസറു നജ്വ. നജ്വ നജ്വല്ലദീന ളലമു. പിന്നെ ഹൽ ഹാദ. ഹൽ ഹാദ ഹ ആണ്, ഹ അല്ല, ഹംസ അല്ല. ഹൽ ഹാദ ഇല്ല. അവിടെ ഹാദ എന്നെടുത്ത് 5 6 അക്ഷരം നീട്ടണം. ഹൽ ഹ എന്നുള്ളിടത്തും കുറച്ച് നീട്ടണം, പക്ഷെ അസ്ലിയായ മദ് മതി. ഹാദ ഇല്ല ബശറും മിസ്ലുക്കും. ബശറുൻ മിസ്ലുക്കും എന്ന് ഓതരുത്. ബശറും മിസ്ലുക്കും എന്നാണ് ഓതേണ്ടത്. പിന്നെ അഫതഅതൂന സിഹ്റ. അഫതഅതൂന സിഹ്റ ആണ് സിഹ്ർ. സിഹർ സഹർ രണ്ടെണ്ണം ഉണ്ട് ഖുറാനിൽ. രണ്ടും ഉണ്ട്. സിഹറുണ്ട് സഹറുണ്ട്. സിഹറുണ്ട്, അതുപോലെ തന്നെ ബിൽഹ ഉണ്ട്, ബിൽഹ ഉണ്ട്. സിഹർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറുന്നത്. സഹർ എന്ന് പറഞ്ഞാൽ അത്താഴം. സഹർ തസഹറു എന്ന് പറഞ്ഞില്ലേ, അത് അതുപോലെ തന്നെ അത്താഴല്ല, ഉറക്കം ഒഴിക്കൽ. ഉറക്കം ഒഴിക്കണേന്ന് പറയും. ഈ സഹറിന് ഇത് സിഹറാണ്. ഇനി സഹർ എന്ന് വേറെ ഉണ്ട്. സഹർ എന്ന് പറഞ്ഞാലാണ് അത്താഴം കഴിക്കുക. ഈ സഹർ എന്താണ്? ഉറക്കം ഒഴിവാക്കുക. സഹർ എന്ന് പറഞ്ഞാൽ ഉറക്കം ഒഴിവാക്കുക. സഹറുണ്ട്, സിഹറുണ്ട്, അതുപോലെ തന്നെ സഹറുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ അത് ഹാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഫതഅതൂന സിഹറ വഅൻതും തുബ്സിറൂൻ. ഇതാണ് പിന്നെ അവിടെ ഉള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുള്ള പിന്നെ പറഞ്ഞല്ലോ ഹിസാബുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്കതിൻ്റെ അനുബന്ധമായി വിശദീകരിക്കാണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് ഖതറബ ലിന്നാസി ഹിസാബുഹും എന്നാണ്. അവരുടെ ഹിസാബ് എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും മനുഷ്യൻ്റെ ഹിസാബുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ഇതിൻ്റെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു മനുഷ്യനെ പരലോകത്ത് ഒന്നുമില്ലാതെ വിചാരണ ചെയ്യല്ല, ഒരു ശൂന്യതയിൽ നിന്നുള്ള വിചാരണ അല്ല. ആ വിചാരണക്ക് എന്തൊക്കെ എവിഡൻസുകൾ, എന്തൊക്കെ തെളിവുകൾ ആവശ്യമുണ്ടോ ആ തെളിവുകൾ മുഴുവനും എവിടുന്നുള്ളതാണ്? ഭൂമി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിവുകളായി ഇവിടെ എന്ത് ചെയ്യാണ്? സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ഇൻഫിത്താറിൽ പറഞ്ഞ ഒരായത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് അള്ളാഹു തെളിവുണ്ടാക്കണം എങ്ങനെ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന ഓരോ സംഗതികളും നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? മലക്കിനെ സംവിധാനിച്ചിട്ടുണ്ട്. ഇതൊരു എവിഡൻസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യന്മാരതാണ് വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങൾക്ക് മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. ഹാഫിൽ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം നടത്തുന്ന ആൾ. യഅലമു കിറാമൻ കാതിബീൻ, മാന്യന്മാരെ എഴുത്തുകാരാണ് അവർ. യഅലമൂന മാ തഫ്അലൂന, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതെന്ത് ചെയ്യുന്നു? അവരറിയും. ക്ഷീണമല്ല, ഉറക്കല്ല, മയക്കല്ല, രോഗമല്ല, അശ്രദ്ധല്ല, ഒന്നുമില്ല. അപ്പം ഇത് ഹിസാബിൻ്റെ ഒരു തെളിവാണ്. ഏത്? യഅലമൂന മാ തഫ്അലൂന, മാ എന്ന് പറഞ്ഞാൽ മൗസൂലയുടെ മാ എന്ന് തന്നെ അറബി ഭാഷയിൽ പറയാം. എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ അതെന്ത് ചെയ്യുന്നുണ്ട്? അവർ രേഖപ്പെടുത്തി വെക്കും, അറിയുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു വാക്ക് പറയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്താ അതിൻ്റെ അർത്ഥം? റഖീബും അതീദുമായിട്ടുള്ള മലക്കുകൾ അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. അപ്പോൾ റഖീബുൻ അതീദ് എന്നുള്ളത് എന്താണ്? രണ്ട് മലക്കല്ലേ? ആണോ? അല്ല, രണ്ട് മലക്കല്ല. മലക്കുകൾ രണ്ടെണ്ണം ഉണ്ട് രേഖപ്പെടുത്തുന്നത്. പക്ഷേ രണ്ട് മലക്കും റഖീബും അതീദുമാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ, നിങ്ങളൊരു വാക്കും തന്നെ ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി, അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടില്ലാതെ. റഖീബ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവെന്ന്. അതീദ് എന്ന് പറഞ്ഞാൽ എഴുതാൻ തയ്യാറായി നിൽക്കുന്നവെന്ന്. റഖീബ് തന്നെയാണ് അതീദ്, അതീദ് തന്നെയാണ് റഖീബ്. ഇത് രണ്ട് മലക്കാണെങ്കിൽ അള്ളാഹ് അങ്ങനെ പറയണം, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ വ അതീദ് എന്ന് പറയണം. പക്ഷെ അള്ളാഹ് എന്താ പറഞ്ഞത്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അപ്പോൾ നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കും റഖീബാണ്, റത്തീദാൻ. ആ മലക്കിൻ്റെ വിശേഷനാണത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചലനങ്ങളും, നമ്മുടെ ഓരോ നടത്തവും, ഓരോ വാക്കും, ഓരോ നോട്ടവും, ഓരോ പ്രവർത്തനവും, ഓരോ ചിന്തകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതാൻ റെഡിയാണ്. ജാ പേനെടുത്ത, അങ്ങനെയല്ല, അങ്ങനെ നമ്മളൊരു സാധനം എത്തണമെങ്കിൽ ജാ പേനെടുത്ത, എൻ്റെ അടുത്ത് പേന അല്ല, അങ്ങനല്ല. അതീദ് എന്ന് പറഞ്ഞാൽ റെഡിയാണ്. ഇതെന്തിനാണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും വിട്ടുപോകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. ഇതെന്തിനുള്ള എവിഡൻസാണ്? ഹിസാബിനുള്ളതാണ്. പരലോകത്ത് ഇത് ഹാജരാക്കും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറയുന്നത്, കുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ഈ മലക്കുകളൊക്കെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ മലക്കുകൾ ആ ഏടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കിതാബായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന. ഇതിന് മൻശൂർ എന്ന് പറഞ്ഞാൽ നിവർത്തി വെക്കുന്ന ഒരു കിതാബ്. എന്നിട്ട് അള്ളാഹ് പറയും, ഇഖ്റ കിതാബക, നീ നിന്റെ കിതാബ് എന്ത് ചെയ്തോ? വായിച്ചു നോക്കി. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. ആ ഹിസാബ്, അപ്പോൾ ഹിസാബ് നടത്താൻ നിനക്ക് ഹിസാബ് നടത്താൻ കിതാബ് തന്നെ മതി. അപ്പോൾ കിതാബിൽ എന്തുണ്ടാവില്ല? ഒരു സംഗതിയും എന്തായിട്ട് വിട്ടുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും
അത് രേഖപ്പെടുത്തും. മാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാ. ഒരു ചെറിയ കാര്യം പോലും നമ്മളത് മറന്നിട്ടുണ്ടാവും, അത് കാണുമ്പോഴായിരിക്കും. അതുകൊണ്ട് സൂറത്തു കഹ്ഫിൽ കാന ഫവജദൂ മാ അമിലു ഹാദിറൻ. ഹാദിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? ലൈവായിട്ട് ഇങ്ങനെ കാണും. അതിന് അള്ളാൻ്റെ അടുത്ത് സംവിധാനം ഉണ്ട്. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് കിതാബിൽ ഇങ്ങനെ അതിൻ്റെ രൂപം നമുക്കറിയില്ല. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവിടെ മറ്റേ സാധനം വെച്ചാൽ മതി, ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല തുറക്കാൻ. അപ്പം അള്ളാഹു എങ്ങനെയാണ് ആ കിതാബ് നമുക്ക് കാണിച്ചത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അള്ളാഹ് പറയാണ്, നിനക്ക് ഒരു സംഗതി വിട്ടുപോകാതെ എന്ത് ചെയ്യും, അത് ലൈവായിട്ട് നിനക്ക് അള്ളാഹുவோട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, നിനക്കത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇസ്തഖ്ഫൂന മിനൻ നാസ് വലാ ഇസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ. നിങ്ങളൊരു കാര്യം ഒളിപ്പിച്ച് ചെയ്യാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യൂല, നിങ്ങൾക്ക് സാധിക്കൂല. അപ്പം നമ്മൾ ആരും കാണാതെ സാധാരണ മനുഷ്യന്മാർ തിന്മയിലെങ്ങനെയാണ് ആദ്യിക്കണം. പിന്നെ ഈ തിന്മ ചെയ്ത് മനുഷ്യൻ്റെ മനസ്സിൽ എന്തുണ്ടാവില്ല, ലജ്ജ ഉണ്ടാവില്ല. ഈമാനുള്ളിടത്തെ ലജ്ജ ഉണ്ടാവുള്ളൂ. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിലെ ഈമാനും ലജ്ജയും ഒരുപോലെ ഖരീനാണ്. ഖരീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിച്ച് നിൽക്കുള്ളൂ. നമ്മൾ ഇരട്ടകളുണ്ടല്ലോ, ഈമാനും ലജ്ജയും ഒപ്പം നിൽക്കുള്ളൂ. ഒന്ന് പോയാൽ മറ്റും പോവും. ഈമാൻ പോയാൽ ലജ്ജ പോവും, ലജ്ജ പോയാൽ ഈമാനും പോവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അൽ ഹയാഉ അൽ ഈമാനു കുല്ലുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലജ്ജ എന്നത് അത് മുഴുവനും ഈമാനാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഈമാനാണ്. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അള്ളാഹ് പറയാണ്, നിങ്ങൾ ആളുകളിൽ നിന്ന് മറച്ചു പിടിച്ചാലും അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, സാധിക്കുകയില്ല. അപ്പം എല്ലാം അള്ളാഹ് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് എളുപ്പത്തിലുള്ള വിചാരണയായിരിക്കും. ഇടത്തെ കയ്യിലാണെങ്കിൽ വളരെ പ്രയാസമുള്ള വിചാരണയായിരിക്കും ഉണ്ടാവുക. ഇനി ഈ കിതാബിൻ്റെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വേറെ പറഞ്ഞ് കാണാം. വഹാദാ കിതാബുന യൻതിഖു അലൈക്കും ബിൽ ഹഖ്. ഹക്കായ കാര്യം നിങ്ങൾക്ക് ഉച്ചരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കിതാബാണിത്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. നസ്തൻസിഖു എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ അർത്ഥം തരും. നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കൂലേ, അതിനാണ് ശരിക്ക് നസ്ഖ് ചെയ്യാറ്. ആ നുസ്ഖ എടുക്കാറെന്താ? അപ്പം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോന്നിൻ്റെയും ഫോട്ടോ കോപ്പി അവിടെ എന്താ വരും? ഫോട്ടോ കോപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് നമ്മൾ കൊടുത്തത് അതാ ഫോട്ടോ കോപ്പി വരും. കാലി പേപ്പർ കൊടുത്താൽ എന്താ വരിക? കാലി പേപ്പർ വരും. എന്നുള്ള അക്ഷരം കൊടുത്താൽ ഈ നാവില്ല. എന്താണോ കൊടുക്കണത് അതാ വരിക. അതാണ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന എല്ലാ പ്രവർത്തനവും അതവിടെ നസ്ഖ് ചെയ്യാൻ ഇങ്ങനെ സ്കാൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് എന്തിനുള്ളതാണ്? പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബിന് വേണ്ടി. ഇത് ഒരു ഭാഗത്ത് എന്നാൽ നമ്മുടെ നന്മകളും തിന്മകളും ഒക്കെ രേഖപ്പെടുത്തി അത് കിതാബായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഹാജരാക്കപ്പെടും. വേറെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കുന്ന അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതായത് ഇന്ന് നിങ്ങളുടെ വായ്ക്കള്ള സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവിടെ കൈകളല്ല സംസാരിപ്പിക്കുന്ന. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യൻ്റെ ഇപ്പം നമ്മൾ ഡ്രസ്സ്, നമ്മുടെ വാച്ച്, അതുപോലെ തന്നെ കണ്ണട, നമ്മുടെ ഷൂ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഊരിയേക്കാം അല്ലേ? പക്ഷെ നമ്മുടെ കൈ ഊരിയേക്കാൻ കഴിയോ? പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലത്തും എന്തുണ്ട്? കൈയില്ലേ? അപ്പം ആ കൈ നമുക്കെതിരെന്ത് ചെയ്യും? സാക്ഷി പറയും. അതുപോലെ തന്നെ വതശ്ഹദു അർജുലുഹും, അവൻ്റെ കാലുകളും. അപ്പം കാല് സാക്ഷി പറയുന്ന കാല് സംസാരിക്കും എന്നുള്ള പറഞ്ഞു, കൈ സംസാരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ ചില ബുദ്ധിമാന്മാരുണ്ട്, ഓരോ ബുദ്ധിക്കെതിരല്ലേ, തൊള്ളല്ലേ സംസാരിക്കുക, കൈ ഇങ്ങനെ സംസാരിക്കുക.
അള്ള പറയാണ് കൈ സംസാരിക്കും, കാല് സംസാരിക്കും. അപ്പൊ ഇത് സംസാരിക്കുന്ന അംഗീകരിക്കാൻ കഴിയാത്തവന് അംഗീകരിക്കണ്ട, അവിടെ എത്തുമ്പോൾ ബോധ്യമാവും. കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നാണല്ലോ സാധാരണ പറയാ. അപ്പൊ കയ്യിനെങ്ങനെ സംസാരിക്കാനുള്ള ശേഷി അള്ള കൊടുക്കും. ഇതൊരു എവിഡൻസ് ആണ്, തെളിവാണ്. ഇത് തൊണ്ടി മുതലാണിത്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും എഴുത്താണെങ്കിലും തോണ്ടൽ, അപ്പൊ കാര്യമായിട്ട് തോണ്ടലാണല്ലോ. അപ്പൊ ഈ കൈ പറയും എന്തിന്, ഈ വിരല് പറയും, ചൂണ്ടാൻ വിരല എനിക്ക് അധികം തോണ്ടിയത് ഇതുകൊണ്ടായിക്കാരല്ലോ. അപ്പൊ ഈ ചൂണ്ടാൻ വിരല് പറയും നഊദുബില്ലാ, ഇന്നതൊക്കെ തോണ്ടിയിട്ടുണ്ട്, ഇന്നതൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ അള്ളാഹു ഈ വിരലിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. വതശ്ഹദു അർജുലുഹും, അവൻ്റെ കാലുകൾ. ഇതൊക്കെ ഹിസാബിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഹിസാബിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടുന്ന് തന്നെ മരിച്ചു കഴിഞ്ഞതൊന്നുമില്ല കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അമലില്ലല്ലോ. ഇതൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷിയായി കൊണ്ടുവരുന്ന മറ്റൊന്നാണ് മനുഷ്യൻ്റെ അവൻ ജീവിച്ച ഭൂമി. വയൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭൂമി സംസാരിക്കും. ആ ഭൂമി സംസാരിക്കുന്ന ഭൂമിയിലാണ് മഹ്ശറുള്ളത് ആണ്. അത് അള്ളാഹ് ഇവിടെ തന്നെ വെക്കണം. മഹ്ശർ അവിടെ തന്നെയാണ്, ഇവിടെ തന്നെ. യൗമ തുബദ്ദലു അർദു ഗൈറൽ അർദി വസ്സമാവാത്ന, ഈ ഭൂമി അല്ലാതെ ആക്ക അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറ്റിയിട്ട് ഇവിടെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുക, മഹ്ശർ സംവിധാനിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഞാനങ്ങനെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഭൂമി പറയും പോയിട്ടുണ്ടെന്ന് പറയും. ഞാൻ അവിടെ ഇല്ലേന്ന് പറഞ്ഞാൽ ഭൂമി പറയും അവിടെ ഉണ്ട്. പിന്നെന്താ പറയുക? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ എവിഡൻസുകൾ നിങ്ങൾ ആലോചിച്ചോ. മനുഷ്യൻ്റെ ശരീരത്തിൽ, കാരണം മനുഷ്യനെ ഇജ്ജ് കണ്ടോണ ചെയ്തോണോ ചോദിച്ചോ എന്ത് ചെയ്യൂല, സത്യം പറയില്ല. കാരണം മനുഷ്യന് ദുനിയാവ് തന്നെ, മനുഷ്യൻ്റെ മുമ്പിൽ തന്നെ സത്യം പറയുമ്പോൾ പടച്ചവൻ്റെ മുമ്പിൽ ഏതായാലും കുടുങ്ങുന്നുള്ള സത്യം പറയില്ല. പക്ഷെ സത്യം പറയാഞ്ഞാൽ അള്ളാഹ് ഇതാണ് വെക്കുശീലോ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംവിധാനങ്ങൾ. ഇതൊക്കെ മനുഷ്യൻ്റെ ഹിസാബിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. അതേപോലെ തന്നെ റസൂൽ അസ്സം പറഞ്ഞു, പിന്നെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിചാരണ ഉണ്ടാകും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ഹിസാബ് ചെയ്യപ്പെടാതെ അവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് കടക്കൂല. അതിലൊന്ന്, പിന്നെ ഒന്ന് അവൻ്റെ ഉംറിനെ കുറിച്ചാണ്. ഉംറ എന്ന് പറഞ്ഞാൽ എന്താ? ആയുസ്. 30 കൊല്ലം ജീവിച്ചാലും 35 കൊല്ലമാണെങ്കിലും 40 ആണെങ്കിലും 60 ആണെങ്കിലും 70 ആണെങ്കിലും 100 ആണെങ്കിലും എത്രയാണോ കിട്ടിയത് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ട് അവൻ്റെ ഉംറിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. ആ ഉംറ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അപ്പോൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും അധ്വാനിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അതല്ല ചോദ്യം അവിടെ. നീ നിൻ്റെ ആയുസ് കൊണ്ട് ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇവിടുന്ന് ചോദിച്ചു നോക്കുക. നമ്മൾ ഇത്രയും കാലം 40, 50, 60, 70, 80 ഒക്കെ വയസ്സ് ജീവിച്ചിട്ട് ഇപ്പം നമ്മൾ സ്വന്തത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാവും ദുനിയാവിൽ. അത് നന്മ തന്നെയാണ്. നമുക്ക് നീയത്തുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും, അൽഹംദുലില്ലാഹ്. പക്ഷെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെലവഴിച്ചു? വഅൻ ഇൽമിഹി ഫീമാ ഫഅല, നിന്റെ ഇൽമ് പഠിച്ചല്ലോ, നീ അതുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? നിന്റെ സമ്പത്ത് നീ എവിടുന്നാണ് സമ്പാദിച്ചത്, എവിടേക്കാണ് നീ ചെലവഴിച്ചത്? ബാക്കിയുള്ള എല്ലാത്തിനെ പറ്റി ഒറ്റ ചോദ്യമുള്ളൂ. പക്ഷെ സമ്പത്തിനെ പറ്റി 2 ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഇൻകം എവിടെ നിന്നാണ്? പിന്നെ അതെവിടെയാണ് നീ ചെലവഴിച്ചത്? ഹലാലായ മാർഗത്തിൽ ചെലവഴിച്ച എന്തും ചെയ്യാന്നല്ല, എന്തും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ പോലെ ചെയ്യണം. അതുപോലെ തന്നെ വഅൻ ജിസ്മിഹി ഫീമാ ബല, നിന്റെ ശരീരം നീ എന്തിനു വേണ്ടിയാണ് പിന്നെ നശിപ്പിച്ചത്, അഥവാ നീ പിന്നെ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിചാരണ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കും. ഹിസാബ് പോലെ അദാബ്, അവർക്ക് ഖബറിൽ ശിക്ഷയല്ല, ഹിസാബില്ല. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ എയർപോർട്ടിലൊക്കെ ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവർക്ക് ചെക്കിംഗ് ഒന്നുമില്ല. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, അത്രയും VVIPകളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഗ്രീൻ ചാനലിലൂടെ പോകുന്ന അതിൽ വലിയ തൗഫീക്ക് വേറുണ്ടോ? അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഇത് നബി പറഞ്ഞു 70,000 ആളുകൾ വിചാരണ ഇല്ലാതെ സ്വർഗത്ത് കടക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നബിയാണ് പോയി വീട്ടിക്ക് പോയി. അപ്പോൾ സഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്യാണ്, ആരായിക്കാരപ്പത്? നബിൻ്റെ സഹാബത്തേക്കാരം, അല്ലെങ്കിൽ ആദ്യം മുൻകടന്നവരേക്കാരം, മുഹാജിരിങ്ങളേക്കാരം. അവർക്കറിയില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാൻ പോകണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ
അങ്ങനെ സംസാരിച്ച് പിന്നെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ അങ്ങനെയല്ല, സംസാരിച്ച് മെല്ലെ സംസാരിച്ച് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, സൗണ്ട് ഇങ്ങനെ കൂടി വന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വന്നിട്ട് പറഞ്ഞു, ആരാണിത്? അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഒന്ന് വല ഇസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. അതാണ് ഒന്നാമത്തെ. അതായത് ഇസ്ലാമിൽ മന്ത്രമുണ്ട്, ഒരാൾക്ക് രോഗം വന്നാൽ സ്വയം മന്ത്രിക്കാം, ഇനി വേറൊരാൾക്ക് എന്ത് ചെയ്യാം, മന്ത്രിച്ച് കൊടുക്കാം. പക്ഷെ മന്ത്രിച്ച് ഊതി കെട്ടി കൊടുക്കണ ഏർപ്പാടില്ല. ഒരാളെ സംബന്ധിച്ച് ഇസ്ലാമിൽ വന്ന റുഖിയ ശർഈ എന്ത് ചെയ്യാം, നടത്താം. ഫാത്തിഹ സൂറത്തോ അല്ലെങ്കിൽ സൂറത്ത് ഫലഖോ നാസൊക്കെ ഓതിയിട്ട് എന്ത് ചെയ്യാം, ശരീരത്തിൽ ഊതി തടവി കൊടുക്കുക. ആർക്കും ചെയ്യട്ടോ, സ്വന്തം ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ പൂർണ്ണമായ തവക്കുലിൻ്റെ ഭാഗമായിക്കൊണ്ട് അയാൾ മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, പൂർണ്ണമായ തവക്കുലുള്ള ആൾക്കാരായിരിക്കും. രണ്ടാമത് വലാ യക്തവൂന, ഈ അറബികൾക്കിടയിൽ ഒരു ചികിത്സ ഉണ്ട്, കയ്യ് ചികിത്സ, അതായത് ചൂടാക്കിയിട്ടുള്ള പൊള്ളിച്ചിട്ടുള്ള ചികിത്സ. ഇസ്ലാമിൽ അത്ര പ്രോത്സാഹിപ്പിക്കാത്ത ചികിത്സയാണ്. ആ ചികിത്സ ചെയ്യാത്തവരായിരിക്കും അവർ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ യതതയ്യറൂൻ, ശകുനം നോക്കാത്തവരാണ്. നഹ്സ് നോക്കുക, ശകുനം നോക്കുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഏതാ ദിവസം, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, അതുകൊണ്ട് ബാർബർ ഷാപ്പ് ഓർക്കണ്ട. കാരണം എന്താ, ചൊവ്വാഴ്ച ചോര ഒട്ടിയാൽ ചോര നിൽക്കില്ല എന്നാണ്. ഇപ്പം ഈ ആശുപത്രിയിലൊക്കെ ഇങ്ങനെ നിൽക്കണോ, സർജറി ഒക്കെ നടക്കണ്ടല്ലോ, അതൊരു അന്ധവിശ്വാസമാണ്. പക്ഷെ ഇപ്പോൾ കുറേ മാറിയിട്ടോ. അപ്പം അങ്ങനെ ശകുനം നോക്കാത്തവരായിരിക്കും പൂർണ്ണ ഓല റബ്ബിഹിം തവക്കുൽ. ഇങ്ങനെ പൂർണ്ണമായ ജീവിതത്തിൽ പടച്ചവൻ്റെ തവക്കുലാക്കിയ ആളുകൾക്കാണ് ഈ സൗഭാഗ്യം ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ഹിസാബുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതായിക്കൊണ്ട് കാണും. ഇതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ അവർക്ക് ഹിസാബ് എടുത്തിരിക്കുന്നു, പക്ഷെ അവരെന്താണ്, ഗഫലത്തിലാണ്. മരണം എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ വിചാരണ എടുത്തിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് യാതൊരു ബോധം അവർക്കില്ല. ഇനിയോ മാ യഅതീഹിം, മാ എന്ന് പറഞ്ഞാ ഇല്ല, ഈ നിഷേധമാണ്. ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഇവിടെ മാ പലതരത്തിലുള്ള മാ ഉണ്ട് കേട്ടോ. ഒന്ന് മാ ഇസ്തിഫാമിൻ്റെ മാ ഉണ്ട്. ഇസ്തിഫാം എന്ന് പറഞ്ഞാ ചോദ്യം, മാ ഹാദ, അതെന്താണ്, ഇസ്തിഫാമിൻ്റെതാണ്. രണ്ടാമത്തെ മാ മൗസൂലയുടെ മാ ഉണ്ട്, മാ അൽ മൗസൂല എന്ന് പറയും. അതായത് അല്ലതി, എന്താണ് എന്നുള്ള അർത്ഥത്തിലുള്ള മാ, എന്ത് എന്നുള്ള അർത്ഥത്തിലുള്ള മായാണ്. പിന്നെ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ മാ അൻ നഫീ എന്ന് പറയും. നഫീ എന്ന് പറഞ്ഞാൽ എന്താ, നിഷേധം, ഇല്ല. മാ യഅതീഹിം, അത്താ യഅതി എന്ന് പറഞ്ഞാൽ എന്താ, അത്ത എന്ന് പറഞ്ഞാൽ വന്നു, യഅതി എന്ന് പറഞ്ഞാൽ വരുന്നു അല്ലെങ്കിൽ വരും, രണ്ടർത്ഥമുണ്ട്. യഅതി എന്ന് പറഞ്ഞാൽ മുലാരിക്ക് അറബിയിൽ രണ്ടർത്ഥമുണ്ട്, പ്രസൻറ്റും ഉണ്ട് ഫ്യൂച്ചറുണ്ട്. എന്ന് പറഞ്ഞാൽ വരുന്നു എന്നർത്ഥമുണ്ട് അല്ലെങ്കിൽ വരും. ഇപ്പം മാ യഅതീഹിം, ഹീം എന്ന് പറഞ്ഞാൽ എന്താ, അവർ, ഹുവ ഹുമ ഹും, പിന്നെ ഹിയ ഹുമ ഹുന്ന. മദ്രസ പഠിച്ചില്ലേ? അത് മറന്നോ? ഹുവ ഹുമ ഹും, ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന. അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു. അങ്ങനെ ഓർമ്മിക്കണം നല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഹും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞങ്ങൾ എന്നാണോ, ഇവർ എന്നാണോ, അവർ എന്നാണോ? അവർ. അപ്പോൾ ഇവിടെ യതീഹും എന്നല്ല, യതീഹിം എന്നാണ്. കാരണം ഹി എന്നുള്ളതിൻ്റെ മുമ്പിൽ കെസർ വന്നു കഴിഞ്ഞാൽ ആ കെസറിനോട് മുനാസിബായിട്ട് കെസർ കൊടുക്കണമാണ്. അവിടെ ശരിക്കും യതീഹും എന്നാണ് ശരിക്കുള്ളത്. പക്ഷെ അത് കെസറിന് ശേഷം വമ്മ് സഖലാണ്. അറബികൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് പിന്നെ സംസാരിക്കാൻ എളുപ്പമുള്ളതാണ് അവരെന്ത് ചെയ്യുക, സംസാരിക്കുക. അതിലൊരു നിയമം നോക്കൂല. ശരിക്കും അവിടെ ഹും എന്നുള്ളതാണ് വേണ്ടത്. അപ്പം യതീഹും എന്ന് പറയാൻ എളുപ്പം, യതീഹിം, അതെ യതീഹും എന്നാണ് പറയാൻ എളുപ്പം.
അതല്ലേ എത്തീഹിം എന്ന് എളുപ്പം, എത്തീഹിം. കാരണം കെസിറിന് ശേഷം വമ്മ് എന്നുള്ള എന്താണ് കുറച്ച് ഇടങ്ങാറ. ഇവിടുന്ന് കണ്ട് പിന്നെ മോൾക്ക് ചാടണ്ടേ? കെസർ എവിടെ കിടക്കണ്? അടിയിലാണല്ലോ. ഈ അടിയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം? മോൾക്ക് ചാടണം. മോൾക്ക് ചാടുക മാത്രമല്ല, വളഞ്ഞു ചാടണ്ടേ, ഹുന്നറ വളയണ്ടേ. അപ്പോൾ അത് കുറച്ച് ഇടങ്ങാറാ. അപ്പോൾ സാധാരണ കെസറിന് ശേഷം അവരെന്ത് ചെയ്യും? കെസറിന് കൊടുക്കും. അപ്പോൾ ആ ഹും എന്നുള്ള എന്താവും? ഹിം എന്നാവും. മനസ്സിലായില്ലേ? അപ്പം മാ യതീഹിം, അപ്പം അവർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വരികയില്ല. അതാണ് മാ യതീഹിം എന്ന് പറഞ്ഞാൽ. അവർക്ക് വരികയില്ല അല്ലെങ്കിൽ വരുന്നില്ല. മിൻ ദിക്രിൻ, ദിക്റിൽ നിന്ന് ഒന്നും. മിൻ എന്ന് പറഞ്ഞാൽ ഈ മാ അതിൻ്റെ ബയാൻ എന്ന് പറയാം. ഈ മാ മൗസൂ പിന്നെ ഇതിൻ്റെ ബയാനാണെന്ന് പറയാം. മാ യതീഹിം മിൻ ദിക്രിൻ, അവർക്ക് ഒന്നും തന്നെ വരുന്നില്ല. എന്തിൽ നിന്ന്? ദിക്റിൽ നിന്ന്. ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങൾക്കെല്ലാം എന്തു പറയും? ദിക്ർ എന്ന് പറയും. ഖുർആൻ ദിക്റാണ്, ഹദീസ് ദിക്റാണ്. അപ്പം നമ്മൾ സാധാരണ ദിക്റില്ലല്ലോ, ദിക്റില്ലല്ലോ നമ്മൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ആ ദിക്റതാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ്, അതൊക്കെ ദിക്റാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കൽ ദിക്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ മിർ റബ്ബിഹി എന്ന് പറഞ്ഞാൽ അവിടെ റബ്ബിൽ നിന്ന് ഒരു ദിക്റും അവർക്ക് വരുന്നില്ല. അവിടെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ വഹിയാണ് അവിടെ ഉദ്ദേശം. ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താണ്? വഹിയൻ. ആ വഹിയിൽ ഏതൊക്കെ ഉണ്ട്? ഖുറാനുണ്ട്, ഹദീസുണ്ട്. ഖുറാനും ഹദീസും വഹിയാട്ടോ. ചില ആൾക്കാർക്ക് സംശയം, ഖുറാൻ മാത്രമല്ല വഹിയുള്ളൂ, ഹദീസ് വഹിയുണ്ടോ? ആ ധാരണ തെറ്റാണ്. കാരണം ഖുറാൻ ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്ത് അതേ ജിബ്രീൽ തന്നെയാണ് ആർക്കും വഹി കൊടുക്കണത്. എന്ത് വഹി കൊടുക്കണത്? ഹദീസും വഹി കൊടുക്കണത്. കാരണം ഖുറാനില്ല, ഹദീസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഖുറാൻ മനസ്സിലാക്കാൻ കഴിയോ? എത്ര അറബി അറിഞ്ഞാലും എത്ര ഭാഷ അറിഞ്ഞാലും ഇനി എത്ര വലിയ ബഡ ആലിമാണെങ്കിലും പ്രവാചകൻ്റെ ഹദീസില്ലാതെ, ഇപ്പോൾ ഹദീസില്ലാതെ മനസ്സിലാകുന്ന ഏറ്റവും നല്ല ഉദാഹരണം വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ ആയത്തിറങ്ങിയല്ലോ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്തുണ്ട്? അവരാണ് ഹിദായത്ത് കിട്ടിയവർ. അവർക്ക് പിന്നെ അമ്നുണ്ട്, നിർഭയത്വമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് ചോദിച്ചു, പേടിയായി, ഈമാൻ ഉണ്ടായിട്ട് ദുൽമ എന്ന് പറഞ്ഞാൽ എന്താ? അക്രമമാണല്ലോ, തെറ്റ്. അപ്പോൾ ആരപ്പോൾ ദുനിയാവിൽ തെറ്റിയാത്തൊരു? സഹാബത്താണെങ്കിലും മാനുഷികമായ അബദ്ധങ്ങൾ, മാസൂമിങ്ങളല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസൂമുള്ളൂ. സഹാബത്തിൻ്റെ ജീവിതത്തിൽ മാനുഷികമായ അബദ്ധങ്ങൾ വരുമല്ലോ. അയ്യുനാ ലം യളിം നഫ്സഹു എന്ന് സഹാബത്ത് ചോദിച്ചു. അവർക്ക് അറബി അറിയാനിട്ട ഇല്ലല്ലോ. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത്, ഈ ദുൽമ എന്തല്ല, നിങ്ങൾ വിചാരിച്ച ദുൽമല്ല. ഈ ദുൽമ കൊണ്ട് ഉദ്ദേശം എന്താണ്? ഷിർക്കാണ്. അപ്പോൾ സഹാബത്തിന് അറബി അറിയില്ലേ? അറിയാലോ, സഹാബത്തിന് അറബി അറിയില്ല, ദുൽമിൻ്റെ അർത്ഥമൊക്കെ അറിയാം. പക്ഷെ ഓര് വിചാരിച്ച ഭാഷാപരമായ ദുൽമല്ല അവിടെ ഉദ്ദേശം, മതപരമായിട്ടുള്ള ദുൽമായ ഷിർക്കാണ് അവിടെ ഉദ്ദേശം. എന്ന് ആര് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. നബിൻ്റെ അടുത്ത് ജീവിച്ചവരാണ്. അപ്പോൾ അവർക്ക് നബിൻ്റെ വിശദീകരണം ഇല്ലാതെ എന്ത് മനസ്സിലാവുന്നില്ല? ഖുറാൻ മനസ്സിലാവും. എന്നിപ്പോൾ ചില ആൾക്കാർ എന്താ വെച്ചാൽ നമുക്ക് മനഹലെടുത്ത് ഡിക്ഷനറി എടുത്ത് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സൂറത്ത് യൂസുഫിൽ കാണാം വജാഅത്ത് സയ്യാറത്തും ഫഅർസലു വാരിദഹു എന്ന് പറഞ്ഞു. അപ്പോൾ സയ്യാറത്തും ഡിക്ഷനറി നോക്കിയാൽ എന്താ കാണുക? കാറ്. അപ്പോൾ ഒരു കാറ് വന്നു എന്ന് അർത്ഥം പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടോ? കാറല്ല വന്ന്, സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ യാത്രാ സംഘം എന്നാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഇപ്പോൾ ദിക്ർ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉപദേശവും അവർക്ക് വരുന്നില്ല. മുഹ്ദസിൻ, അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ അള്ളാഹു എന്നുള്ള ആയത്തുകൾ, നിർദ്ദേശങ്ങൾ, താക്കീതുകൾ, പ്രവാചകൻ്റെ വാക്കുകൾ, ഇതൊക്കെയാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശം. അതുകൊണ്ടാണ് ഇന്ന സൂറത്ത് ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ്. അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താ? ഖുർആനാണ് ഏറ്റവും പ്രധാനമായിട്ട്. പക്ഷേ ഖുർആൻ നിലനിൽക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറഞ്ഞു ഖുർആനെ മാത്രമല്ല സംരക്ഷിക്കുന്ന അല്ലാഹു പറഞ്ഞുള്ളൂ, ഹദീസിനെ സംരക്ഷിക്കുന്ന അല്ലാഹു പറഞ്ഞോ? ചില ആൾക്കാർ സംശയം ചോദിക്കലുണ്ട്. ഇങ്ങനത്തെ ഈ ആയത്തോതും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ്, ഖുർആനെ സംരക്ഷിക്കുന്നില്ലേ?
ശരി, ഇനി ഖുറാനെ സംരക്ഷിക്കുന്നതാണ് പറഞ്ഞു വെച്ചെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഖുറാൻ മാത്രം ഇവിടെ, മുസാഫ് മാത്രം ഇവിടെ ഉണ്ട്. അറബി അറിഞ്ഞ ലോകത്തൊരു മനുഷ്യല്ല. ഇതുകൊണ്ടല്ല കാര്യമുണ്ട്. ഈ മുസാഫ് ഇങ്ങനെ മതിയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അറബി അറിയുന്നൊരു മനുഷ്യൻ ലോകത്തില്ല നോട്ടിക്കോളി. അപ്പോഴോ എന്തുണ്ടാകുക? ആർക്കെങ്കിലും ഖുറാൻ മനസ്സിലാവോ? മനസ്സിലാവോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പൊ ഖുറാൻ സംരക്ഷിക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഖുർആൻ സംരക്ഷിക്കാൻ ആവശ്യമായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സംരക്ഷിക്കും. അറബി ഭാഷ, അപ്പോൾ അറബി ഭാഷ സംരക്ഷിക്കണ്ടേ? അപ്പോൾ അറബി ഭാഷ സംരക്ഷിക്കുന്ന ഖുർആനിലുണ്ടോ? ആ ഖുർആനിൽ ഉണ്ടാകണമെന്നില്ല. ഈ ദിക്റിൽ എന്തുണ്ട്? ഹദീസും അറബി ഭാഷയും അറബി അറിയുന്ന ആളുകളും അറബി പണ്ഡിതന്മാരും. ഇനി മാത്രമല്ല അറബി സാഹിത്യം അറിയണം. ഇവർ അറബി അറിഞ്ഞിട്ടില്ല. അലിഫും പപ്പ കുറച്ചൊക്കെ അറബി നമുക്കും അറിയാലോ, ഇല്ലേ? അബുൻ ഉമ്മുൻ ബൈത്തുൻ താറെന്നൊക്കെ നമുക്കറിയാലോ. അത് മാത്രം അറിഞ്ഞാൽ ഖുർആൻ മനസ്സിലാവോ? അറബി സാഹിത്യം. അപ്പം അറബി സാഹിത്യം അറിയുന്നവർ ദുനിയാവിലുണ്ടാകണം, നല്ല ഖുർആൻ പഠിപ്പിച്ചെടുക്കണമെന്നുള്ളൂ. അപ്പം ഇതൊക്കെ എന്തിൻ്റെ? അപ്പം ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഉദ്ദേശിച്ച അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ നിലനിൽപ്പിന് ആവശ്യം എന്തൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ സംരക്ഷിക്കപ്പെടും. അത് വേറെ വിഷയമാണ്. അപ്പം അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ദിക്റും അവരിലേക്ക് എത്തുന്നില്ല. മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ പുതിയതെന്ന അർത്ഥം. ഇപ്പം ഹദീസ്, ഹദസ എന്ന് പറഞ്ഞാൽ പുതുതായി സംഭവിച്ചു എന്ന് പറയാം, പുതുതായി സംഭവിച്ചു. മുഹദ്ദസുൻ എന്ന് പറഞ്ഞാൽ പുതിയത്. അതുകൊണ്ടാണ് കുല്ലു മുഹദ്ദസത്തിൻ ബിദ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ പുതിയതും എന്താണ്? ബിദ്അത്താണ്. പുതിയതെന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വിഷയത്തിലുണ്ടോ. അപ്പോൾ ദുനിയാവിൻ്റെ വിഷയത്തിലല്ല. മൈക്ക്, മൊബൈൽ, ടാബ്, ക്യാമറ ഒക്കെ പുതിയത് തന്നെയാണ്. പക്ഷെ അതെന്തല്ല, ദീനിൽ ബിദ്അത്തല്ല. ചില ആൾക്കാരങ്ങനല്ല, പിന്നെ ബിദ്അത്തിനൊക്കെ വേണ്ടിക്കാണ്ട് ഈ നിങ്ങൾ മൈക്ക് ഉപയോഗിക്കണില്ലേ, ആ മൈക്ക് ഉപയോഗിക്കണത് ദുനിയാവിൽ ബിദ്അത്താ, ദീന് ബിദ്അത്ത. ഇനി ദീനിലും ബിദ്അത്താവും. എപ്പോഴെന്ന് അറിയോ? മൈക്കെടുത്ത് ഖുർആൻ ക്ലാസ് എടുത്താൽ അതിന് 25 ഇരട്ടി കൂലിയുണ്ട്. മൈക്കില്ലാതെ എടുത്താൽ 20 ഇരട്ടി കൂലി. അപ്പോൾ ഈ മൈക്ക് എന്തായി? ബിദ്അത്തായി. പള്ളിയിൽ കാർപ്പറ്റ് ഇരിക്കണില്ലേ? ശരിയാണ്. അതുപോലെ തന്നെ എ സി വെക്കണില്ലേ? ഉണ്ട്. എ സി വെക്കലും ബിദ്അത്താവും. എപ്പോൾ? എ സി റബീഉൽ അവ്വൽ 12 വെക്കണം, 10 സലാത്തിൽ വെക്കണം, പടിഞ്ഞാട്ടിരിഞ്ഞ് വെക്കണം, ഇന്നയാൾ വെക്കണം എന്ന് വെച്ചാൽ ആ എ സി എന്തായി? ബിദ്അത്തായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറെ വിഷയം. അപ്പോൾ ഹദസ എന്ന് പറഞ്ഞാൽ പുതുതായി. ഇനി സാധാരണ നമ്മൾ ഈ വുളു പോണതിന് ഹദസ് എന്ന് പറയും. വുളു പോണതിന് ചെറിയ അശുദ്ധിക്ക് എന്ന് പറയും ഹദസ് എന്ന് പറയും. അതെന്തുകൊണ്ടാണ് പറഞ്ഞറിയോ? അപ്പം നമ്മൾ ഇപ്പോൾ വുളുവിലാണ് നിൽക്കുന്നത്. അപ്പോൾ വുളു മുറിയുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ പുതുതായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം എന്തായി? വുളു മുറിഞ്ഞ്. അതാണ് ചെറിയ അശുദ്ധി ഉണ്ടായെന്ന് പറഞ്ഞാൽ വുളുവിൽ എന്തോ ഒന്നെന്തിട്ടുണ്ട്, മുറിയുന്ന എന്തോ പുതുതായി സംഭവിച്ചു. ആ പുതുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലോ മുറിയില്ല. അതായത് ഇപ്പോൾ ഒരാൾക്ക് വുളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു വുളുവിൻ്റെ അത്ര സ്കെച്ചൂടെ? അത്ര ഉറപ്പാണ് കേട്ടോ. ഉറപ്പെന്ന് പറഞ്ഞാൽ വുളു മുറിഞ്ഞിട്ടില്ല എന്നുള്ള എന്ത് വേണം? ഉറപ്പ് വേണം. മനസ്സിലല്ലേ? അതാണ് ഇവിടെ. അപ്പോൾ ഹദസ് എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിക്കും ഹദസ് എന്ന് പറയും. മുഹദസ് എന്ന് പറഞ്ഞാൽ പുതിയത് ഒന്നും അവരിലേക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ദിക്റും അവരിലേക്ക് വരുന്നില്ല. ഇല്ല. എങ്ങനെയല്ലാതെ? അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ കാഫിര്യങ്ങളായ ഈ ഹിസാബ് മറന്ന് ഗഫലത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ്? ഇല്ലസ്തമഊഹു. ഇസ്തമഊഹു. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ സമിഅ എന്ന് പറഞ്ഞാൽ ഇസ്തമഅ വ്യത്യാസമുണ്ട്. സമിഅ എന്ന് പറഞ്ഞാൽ എന്താ? സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നർത്ഥം. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ഒരു അക്ഷരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ ആശയം കൂടും. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നർത്ഥം. അപ്പം നമ്മളിങ്ങനെ തൂങ്ങിറക്കുകയാണെങ്കിൽ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടാവും ചില ആൾക്കാർ, ഇല്ലേ? ഈ ഹുത്തുബൊക്കെ കണ്ടില്ല, ചില ആൾക്കാർ ഇങ്ങനെ തൂങ്ങുന്നതാണ്. പക്ഷെ ചിലപ്പോൾ ഹുത്തുബയൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ തൂങ്ങാൻ പാടില്ല, വേറെ വിഷയം. അത് സമഅൻ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പം ആൾക്കൂടെ അവിടെ വലിയ വണ്ടിയിൽ ഹോൺ അടിച്ചാൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെന്താണ്? സമഅ. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ
ശ്രദ്ധിച്ച് കേൾക്കുക. അല്ല വഇദാ ഖുരിഅൽ ഖുർആനു ഇസ്തമിഊ എന്ന് പറഞ്ഞു. സമിഊ എന്നല്ല. നിങ്ങൾ ഖുർആൻ ഓതപ്പെട്ടാൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ്. അപ്പോൾ അത് ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് പിന്നെ വസ്തമിഉ, അതുപോലെ തന്നെ ലഹവ് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ രീതി ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? വളരെ ശ്രദ്ധിച്ച് കേൾക്കും. കഅന്ന അലാ റൂസിഹിം അത്തയ്ർ, അവരുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കും. അത് കേൾക്കുന്നു. ഇങ്ങനെയാലോ ഷൂല്ലേ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാറില്ല? അറിയില്ല. ഇവിടെ ഇറങ്ങുന്നുണ്ട്. പൊതുവെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ പിന്നെ മെസ്സി റൊണാൾഡോ ഒക്കെ കളിക്കുമ്പോഴേക്ക് ഉറക്കം വരുമോ? രാത്രി നട്ടപ്പാതി നേരത്തെ അങ്ങനെ എന്ത് ചെയ്യില്ല, ഉറക്കം വരുമോ? ഇല്ല. ഞാൻ ഉറക്കം വരുന്നത് കുറ്റം പറയില്ല കേട്ടോ. അത് ശരിക്കൊരു എന്താണ്, ഒരു അശ്രദ്ധൻ്റെ ഭാഗമാണ്. നമുക്ക് പിന്നെ ഇപ്പം നമുക്ക് രാത്രി 3 മണിക്കാണ് ഫ്ലൈറ്റ് ഓട്ടി പോയി. 3 മണിക്കാണ് നമുക്ക് ദുബായ്ക്കുള്ള ഫ്ലൈറ്റ്. നമ്മൾ സാധാരണ 9 മണിക്ക് ഉറങ്ങുന്ന ആളാണ്. ഒന്ന് ഉറങ്ങുമോ? എന്താ ഉണ്ടാകുക? അവിടെ കിടന്ന് ബോർഡിംഗ് പാസ് എടുത്ത് ടിക്കറ്റ് എടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേത് വെട്ടിയെടുത്ത് കണ്ട് എന്ത് ചെയ്യുക? പരീക്ഷണം പോലെ. അപ്പം അവിടെ ശ്രദ്ധ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഉറക്കം വരില്ല. ഞാൻ പറഞ്ഞ ആരും കുറ്റം പറഞ്ഞില്ല, നമ്മൾ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ളൊരു സ്വഭാവം പറഞ്ഞാണ്. ഈ ജുമാക്കൊക്കെ വന്നിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. 1/2 മണിക്കൂറേ ഉള്ളൂ, ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. അപ്പം ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുക. ഇല്ലസ്തമഊ, അവർ ശ്രദ്ധിച്ച് കേൾക്കുകയില്ല. എങ്ങനെയല്ലാതെ? വഹും യൽഅബൂൻ, ആ ദിക്റിനെ അവർ കേട്ടിട്ടല്ലാതെ ഇല്ല. എങ്ങനെയല്ലാതെ? വഹും, ആ വാവ് ഹാലിയാണ്. ആ വാവ് ഹാലിൻ്റെ വാവാണ്. വാവുൻ ഹാലിയ എന്ന് പറയാം. അത് ഹാലിൻ്റെ വാവ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ വിശദീകരിക്കുന്ന വാവ്. നിങ്ങളിവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ അറബി ഭാഷയിൽ വാവ് പലതരത്തിലുണ്ട്. എങ്ങനെ പറഞ്ഞോ? ഇത് ഇവിടെ പറഞ്ഞല്ലോ. ഇനി ഒന്നുകൂടി പറയാം. ഒന്നിപ്പോൾ വാവ് അത്ഫിൻ്റെ വാവുണ്ട്, അത്ഫ്. അതുപോലെ തന്നെ ഖസമിൻ്റെ വാവുണ്ട്, ഖസമിൻ്റെ വാവുണ്ട്. ഹാലിൻ്റെ വാവുണ്ട്, മഅയ്യത്തിൻ്റെ വാവുണ്ട്. ഇതൊക്കെ അറബിയിലുള്ള പിന്നെ വാവാണ്. ഇതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കിക്കോ. ജാഅ മുഹമ്മദുൻ വ സെയ്ദുൻ. എന്താർത്ഥം? ജാഅ മുഹമ്മദുൻ വ സെയ്ദുൻ. മുഹമ്മദ് വന്നു, സെയ്ദും വന്നു. ഇവിടെ അത്ഫ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിലേക്ക് അത്ഫാണ് സെയ്ദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വന്നു, സെയ്ദും. ഇതാണ് അത്ഫിൻ്റെ വാവ്. ഇനി ഖസമിൻ്റെ വാവുണ്ട്. ഖസം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം ചെയ്യുക. വല്ലാഹി, അതും വാവാണ്. എന്താ പറയുക? വല്ലാഹി, ഖസമിൻ്റെ വാവ്. ഇനി ഹാലിൻ്റെ വാവുണ്ട്. ഇപ്പം നോക്കിക്കോ. പിന്നെ സ്വല്ല സെയ്ദുൻ, സെയ്ദ് നിസ്കരിച്ചു. വഹുവ ഖായിമുൻ, അവൻ എന്താണ്? നിൽക്കുന്നവനായി. അപ്പം ഈ വഹുവ ഖായിമു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ നിന്നുകൊണ്ട് നിൽക്കുന്നതായ അവസ്ഥയിൽ അവൻ നമസ്കരിച്ചു. ഇനി മഅയ്യത്തിൻ്റെ വാവുണ്ട്. മഅയ്യത്ത് എന്ന് പറഞ്ഞപ്പോൾ നോക്കിക്കോ. ദഹബ സെയ്ദുൻ വ ബിലാലൻ എന്ന് പറയും. ബിലാലുൻ എന്ന് പറഞ്ഞാൽ എന്തായി? അത്ഫിൻ്റെ വാവായി. ബിലാലുൻ എന്ന് പറഞ്ഞാൽ എന്തായി? പറഞ്ഞ മനസ്സിലാണില്ലേ? ജാഅ മുഹമ്മദുൻ വ സെയ്ദുൻ, മുഹമ്മദുൻ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ അത്ഫിൻ്റെ വാവായി. എന്നാൽ ദഹബ സെയ്ദുൻ വ ബിലാലുൻ എന്ന് പറഞ്ഞാൽ അത്ഫിൻ്റെ വാവ്. വ ബിലാലൻ എന്ന് പറഞ്ഞാൽ മഅയ്യത്തിൻ്റെ വാവ്. മഅർ എന്താ? കൂടെ. അപ്പം ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? സെയ്ദ് പോയത് ബിലാലിൻ്റെ കൂടെയാണ്. സെയ്ദ് പോയത് ബിലാലിൻ്റെ കൂടെയാണ്. ഇവിടെ മുഹമ്മദ് വന്നത് സെയ്ദിൻ്റെ കൂടെ നിന്ന് കിട്ടുമോ? ഇല്ല. മുഹമ്മദ് ആദ്യം വന്ന് പിന്നെ കുറച്ചിൻ്റെ സെയ്ദ് വന്നിട്ടുണ്ട്. കൂടെ കിട്ടൂല. കൂടെ കിട്ടുക, അതാണ് വാവുൽ മഅയ്യത്ത്.
മയ്യത്തിൻ്റെ വാവ്, ഒക്കെ വാവ് പലതരം വാവുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാന്നൊക്കെ നമ്മൾ അടുത്ത ചോദ്യം അല്ലേ? ഇതിപ്പോൾ പിന്നെ ഇപ്പോൾ രാമനാട്ടിൽ നിന്ന് പിന്നെ നേരെ പോയാൽ ബൈപ്പാസ് നിൽക്കാൻ നമ്മളോട് ആരും പറഞ്ഞു. നമ്മളെ തെജിരി പോണ്ട് എന്തായി? ഇടത്തോട്ട് പോയാലും കോഴിക്കോട്ടേക്ക് എത്തും, മറ്റിടത്ത് പോയാലും കോഴിക്കോട്ടേക്ക് എത്തും. ഇനിയിപ്പോൾ ഇനി മലപ്പുറത്ത് കൂടെ പോയാലും വേണമെങ്കിൽ എന്ത് ചെയ്യുക, കോഴിക്കോട് പോവുക. പക്ഷെ നമ്മളോട് പോകാത്തത് എന്താ? നമ്മളെ തെജിരിബയാണ്, നമുക്കൊരു പരിചയമുണ്ട്. എന്നാലും വെച്ച് പരിചയമില്ലാത്ത അങ്ങാടി ചെന്ന് കണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം ചോദിക്കേണ്ടി വരും, ഒരിട്ടും ചോദിക്കേണ്ടി വരും. രണ്ടാമത്തോട്ടോ അപ്പം അങ്ങനെ തന്നെ ഇതിലും എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, അതേത് വാവാന്നുള്ളത് നമുക്ക് അപ്പണ് മനസ്സിലാവും. മറ്റെന്താ വെച്ചാൽ ഇതിനൊക്കെ നിയമങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം ഇങ്ങനെ കാണാതെ പഠിക്കാന്നല്ലാതെ ഈ നീന്തൽ കിതാബെന്ന് പഠിച്ചുകൊണ്ട് വളർത്ത് വീണ എന്താ ഉണ്ടാകുക? കാലിട്ടടിക്കുക, കൈയിട്ടടിക്കുക, മുന്നോട്ട് നീന്തുക പറഞ്ഞാണ്ട് പിന്നെ കിതാബെന്ന് പഠിച്ചുകൊണ്ട് വളർത്തി ചാടി എന്താ ഉണ്ടാകുക? ചിലപ്പം ആണ്ടുപോകും. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ വഹും എന്നുള്ള എന്താണ്? ഇവിടെ ഹാലിയൻ, അവർ യൽ അബൂന, എന്താ ലൈബാർണ, കളിച്ചു. അപ്പോൾ അവർ കളിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കളി തമാശ ആയിക്കൊണ്ടല്ലാതെ അവർ എന്ത് ചെയ്യണില്ല, അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൽ നിന്ന് ഒരു ഉപദേശം അവർക്ക് വന്നു കിട്ടിയാലും എങ്ങനെയാണ് അത് കേൾക്കുള്ളൂ? ഓലിങ്ങനെ കളിച്ച് ചിരിച്ച് നോർമൈൻഡ്. അപ്പം അള്ളാഹു വളരെ ഗൗരവപ്പെട്ട ഒരു ആയത്തൊരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഈ ഉമ്മത്തിന് കൊടുത്താൽ അല്ലെങ്കിൽ ഈ സമുദായത്തിന് കൊടുത്താൽ ഈ സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണെന്ത്? അതവർ കേൾക്കൽ എങ്ങനെയാണ്? വഹും യൽ അബൂൻ. ഇപ്പം നമ്മൾ ചില കുട്ടികളുണ്ടല്ലോ, ഓലോട് നമ്മൾ കാര്യമായിട്ട് ഗൗരവപ്പെട്ടത് ഓലോടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിച്ചിരിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരിയസ് ആയിട്ട് എന്ത് ചെയ്യൂല, അവരെടുക്കൂല. ഇതാരെ സ്വഭാവമാണെന്നറിയോ? കാഫിരികളുടെ സ്വഭാവം. ഇതെന്തിനാ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇതുണ്ടാകാൻ പാടില്ല. അതായത് അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരു ലാബായിട്ടെടുക്കുക, എന്താ പറയുക, കളിതമാശയായിട്ട് അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. ദീന് കളിയാക്കുക. നമ്മൾ സാധാരണ പറഞ്ഞില്ല ആളെ കളിയാക്കരുത് അറിയില്ലേ? ആ കളിയാക്കാരണം എന്താ? തമാശാക്കുക, ഒരു ഗൗരവമില്ലാതാക്കുക. ഇതെന്താ ആളെ കളിയാക്കണമെന്ന് വെച്ചാൽ ഒരു ഗൗരവമില്ലാത്ത വിഷയം എടുക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇത് സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണ്. മാത്രമല്ല അടുത്ത ആയത്തിൽ വല്ല അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക, ലാഹിയത്തൻ ഖുലൂബുഹും. ഇനി അവരുടെ മറ്റൊരു വിഷയം, ആ വാവ് ഹാലിയാണ്. ഈ ലാഹിയത്തൻ എന്നുള്ളതും ഹാലിയാണ്. ലാഹിയത്തൻ എന്നുള്ളതും എന്താണ്? ജുംല ഹാലിയാൻ. ലഹു എന്ന് പറഞ്ഞാൽ എന്താ? വിനോദം, അശ്രദ്ധ എന്നൊക്കെ അർത്ഥം. ലഹ യൽഹു എന്ന് പറഞ്ഞാൽ അശ്രദ്ധനായി. അപ്പം ലാഹിയത്ത് പറഞ്ഞാൽ അശ്രദ്ധ. ലാഹിയത്ത് നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അവിടെ പിന്നെ ഖുലൂബുഹും എന്നാണ്. അവിടെ ഹൃദയങ്ങൾ എന്താണ്? അശ്രദ്ധയിലാണ്. അപ്പോൾ കൽബിൻ്റെ ജമാണെന്ത്? ഖുലൂബ്. കൽബിന് എന്തുകൊണ്ടാണ് കൽബ് എന്ന് പേരെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കല്ല പറഞ്ഞെന്താ? മാറിക്കൊണ്ടിരിക്കുക, അതാണ് കൽബ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. കാരണം ദീനിന് എപ്പോഴും മാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അള്ളാഹു നമ്മിലും കാത്തുരക്ഷിക്കുമാറാണ്. കാരണം മുസ്ലിമായി ജീവിച്ച് അവസാനം മുസ്ലിമായി മരിക്കാൻ തൗഫീഖില്ലാത്ത എത്രയോ ഹതഭാഗ്യവാന്മാർ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, പാമരന്മാരുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഹദീസ് നിഷേധികൾക്കെതിരെ ശക്തമായി ഗ്രന്ഥമെഴുതിയ ഒരു പണ്ഡിതൻ, മദീന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു അയാൾ, മുമ്പ് പറഞ്ഞിട്ടുണ്ടതുകൊണ്ട്. അയാളിപ്പോൾ ആരാണ്? തനി യുക്തിവാദി, അതുപോലെ തന്നെ എന്താ പറയുക, ഹദീസുകളെ പരീക്ഷിക്കുന്ന വ്യക്തി. അതുകൊണ്ട് റസൂൽ പറഞ്ഞു ഇന്ന ഖുലൂബുൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസാബിൽ. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ ഹൃദയമുള്ളത്. അവൻ ഉദ്ദേശിക്കുന്നിടത്ത് എന്ത് ചെയ്യും? തിരിച്ചു കളയും. ഖിയാമത്ത് നാൾ അടുത്ത് വരും. റസൂൽ പറഞ്ഞു ഇസ്മിഹു റജുൽ മുഅ്മിനൻ വയുംസി കാഫിറൻ. രാവിലെ മുസ്ലിം ആയിരിക്കും, വൈകുന്നേരം ആയപ്പോട്ട് എന്തുണ്ടായിട്ടുണ്ടാവും? കാഫിറായി പോയിട്ട്. നഊദു ബില്ലാ. അപ്പോൾ അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ദീനിനെ ഒരു ഗൗരവത്തിലെടുക്കാതെ ഹൃദയങ്ങൾ എന്താണ്? അശ്രദ്ധ. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് വെച്ചാൽ ഇപ്പം നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇബാദത്തിൻ്റെ വിഷയമാണെങ്കിലൊക്കെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും, ഇപ്പം നമുക്ക് നിസ്കരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പം നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കൽബിൻ്റെ അവസ്ഥ എന്താ?
എന്താണെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാനടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ബിസിനസ് ആവശ്യാർത്ഥാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുക, ഇയ്യാക നഅ്ബുദു, നിന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായം ചെയ്യുന്നത് ഇതിനെ നീ ഞങ്ങൾ ഹിദായത്തിലാക്കണം എന്ന് അള്ളാഹിനോട് നേരിട്ട് പറയാം. നമ്മൾ കാണുന്നില്ലെങ്കിലും കാണുന്ന പോലെ ആരാധിക്കണം എന്നാണല്ലോ. പക്ഷെ അവിടെ നമുക്ക് എത്ര ശ്രദ്ധ കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കുക. അതേസമയത്ത് ദുനിയാവിൻ്റെ വിഷയമാണെങ്കിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവും. അത് ഇബ്ലീസിൻ്റെ തന്ത്രം കൂടിയാണ്. കാരണം പ്രവാചകൻ പറഞ്ഞല്ലോ, ഖിൻസിബ് എന്ന് പറയുന്നൊരു ശൈത്താനുണ്ട്. അവൻ്റെ പണി എന്താ അറിയോ? ഒരാൾ അല്ലാഹു അക്ബറും തക്ബീർ ഇട്ടിയാൽ ഓൻ വരും, ഉദ്കുർ കഥ ഉദ്കുർ കഥ ഉദ്കുർ കഥ. അതോർത്ത് ഞാൻ നേരത്തെ ചില്ലറ കൊടുത്ത് 5 ഉറുപ്പ്യ ഞങ്ങൾക്ക് ബാക്കിയിട്ടുണ്ട്. അതൊക്കെ എവിടെ ഓർമ്മ വരിക? അതിനായിട്ട് ശൈത്താനെ ഇബ്ലീസ് വെച്ചിരുന്നു. ഓൻ്റെ ഡ്യൂട്ടി എന്താ? കാരണം അല്ലാഹു അക്ബറും തക്ബീർ ഇട്ടേൻ്റെ അടുത്ത് വരിക, അതാലോചിച്ചോ. അതേ സമയത്ത് പിന്നെ ഇനി ഏതെങ്കിലും ഒരു ചിന്ത ദീനിയായിക്കൊണ്ട് നല്ലൊരു കാര്യത്തെ സംബന്ധിച്ച് ഓർമ്മ വന്നാൽ അവൻ്റെ നിസ്കാരം പാത്തിരുന്നാവില്ല കേട്ടോ. നല്ലൊരു കാര്യത്തെ സംബന്ധിച്ചപ്പോൾ ഖുർആനിലെ ആയത്ത് കേട്ടപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്നു, ദീനിയായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ യുദ്ധരംഗത്തൊക്കെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആരെയാണ് എവിടെയാണ് നിർത്തും, ഖാലിദ് ബിൻ വലീദിനെ വലത്തോട്ട് നിർത്തണം, അംർ വാസിനെ നിർത്തണം എന്നൊക്കെ ചിലപ്പോൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് ശ്രദ്ധ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്തല്ല, പക്ഷെ എപ്പോഴും നിസ്കരിക്കാൻ എന്നാൽ ഇതാകാൻ പാടില്ല. അവിചാരിതമായിക്കൊണ്ട് വന്നു പോയാൽ ഒരു നിസ്കാരം ബാത്തിലായി പോകുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ശ്രദ്ധ തെറ്റാതെ തന്നെ നമ്മൾ നോക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കണതിന് മുമ്പ് എന്താ വെച്ചാൽ പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാവുന്നില്ല. ശത്താഞ്ചിയും ഒക്കെ നമ്മൾ പ്രാർത്ഥനൻ്റെ ചെല്ലുണ്ട്. അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നൊക്കെ. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യണ ആകപ്പാടുള്ള ഇബാദത്ത് എന്തുള്ളൂ? നിസ്കാരമുള്ളൂ. അത് പടച്ചവൻ്റെ മുമ്പിൽ എത്തുമ്പോൾ എൻ്റെ ഓട്ടോക്കറ്റ് വെള്ളം പാർന്ന മുകളിലാണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എടുക്കല്ല. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കും. അവിടെ എന്തൊരു കാഫിരിങ്ങളുടെ സ്വഭാവമാണ്. അള്ളാഹു പറയുക ലാഹിയത്തൻ ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ എന്താണ്? അശ്രദ്ധയിലാണ്. എന്നാൽ അള്ളാഹിൻ്റെ ദിക്ർ വന്നാൽ അത് ശ്രദ്ധിക്കാനും അത് പഠിക്കാനും ഓർക്കുന്നില്ല, നേരമില്ല. അവരിങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. അതാണ് അള്ളാഹു അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹിസാബ് അടുത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരാട്ടെ അതൊന്നും അറിയാതെ നടക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നല്ലവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك ارحم الراحمين. السلام عليكم.